ഇന്നത്തെ നമ്മുടെ IPO കമ്പനിയുടെ പേര് ക്രയോജനിക് OGS ലിമിറ്റഡ്. അതിനു മുമ്പ് അതിൻ്റെ പേര് ക്രയോജനിക് ലിക്വിഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു. കമ്പനി സ്റ്റാർട്ടായത് 1997, ഏറെക്കുറെ 30 വർഷമാകാറായി. കമ്പനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിൽ, കെമിക്കൽ, ഗ്യാസ്, അതുപോലെ ഫ്ലൂയിഡ്സ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. സോ കമ്പനിക്ക് ഏറെക്കുറെ 200 ലൊക്കേഷൻസിൽ ഇപ്പം ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ. കമ്പനിയുടെ പ്രൊഡക്ട്സിനെ പറ്റി പറഞ്ഞാൽ കമ്പനിക്ക് ഏറെക്കുറെ 14ഓളം പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ തന്നെ മെയിനായിട്ടുള്ളതാണ് ബാസ്ക്കറ്റ് സ്ട്രെയിനേഴ്സ്. അത് ഓയിലിൽ നിന്ന് വലിയ വലിയ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അതുപോലെ ഒപ്റ്റിക് എയർ എലിമിനേറ്റേഴ്സ്, അത് ലിക്വിഡ് ആയിട്ടുള്ള പൈപ്പ് ലൈൻസിൽ നിന്ന് ചെറിയ ചെറിയ ബബിൾസ്, എയർ ബബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അതുപോലെ പ്രൂവർ ടാങ്കുകൾ, അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്യുറസി, അതായത് ഈ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ലിക്വിഡ്സിൻ്റെ ഒരു ആക്യുറസി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ സ്റ്റിൽ വെൽസ് എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡ്സിൻ്റെ ടർബുലൻസുകൾ, അതുപോലെ കറക്റ്റ് മെഷർമെൻറ്റ് ലെവലുകൾ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇനിയും കമ്പനിയുടെ മെയിൻ ക്ലയൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓയിൽ ആൻഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഗ്യാസ്, കെമിക്കൽസ് ഇതിൽ റിലേറ്റ് ചെയ്തേക്കുന്ന ഒരുമാതിരി ബിഗ് കമ്പനീസ് എല്ലാം ഇന്ത്യയിലെ കമ്പനിയുടെ ക്ലയൻസ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സുസ്ലോണ്, അദാനി ഗ്രൂപ്പ്, റിലയൻസ്, അതുപോലെ HP പെട്രോളിയം, ഭാരത് പെട്രോളിയം, ജിൻഡാൽ സ്റ്റീൽസ്, ഇതെല്ലാം ഇവരുടെ ഓൾറെഡി ക്ലയൻസ് ആണ്. ഇനി IPOയിലേക്ക് വരുമ്പം, IPO എന്ന് പറയുമ്പോൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ഷെയർ തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ഷെയർ മാർക്കറ്റിൽ അത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിക്കുന്നു എന്നുള്ളൊരു ബെനിഫിറ്റ് മാത്രമാണ് അതിന് വ്യത്യാസമായിട്ട് വരുന്നത്. ഇനി IPOയെ പറ്റി പറയുമ്പോൾ 17,70,00,000 രൂപയുടെ IPO ആണ് ഏറെക്കുറെ ലിസ്റ്റ് അയക്കുന്നത്. ജൂലൈ 3-നാണ് ലിസ്റ്റിംഗ് ഡേറ്റ് ഓപ്പൺ ആയത്. ജൂലൈ 7, അതായത് ഈ തിങ്കളാഴ്ച വരെ അതിൻ്റെ എൻഡ് ഡേറ്റ് ഉണ്ട്. ജൂലൈ 8-നാണ് അതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. IPOയുടെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 44 രൂപയ്ക്കും 47 രൂപയ്ക്കും ഇടയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ 3000 ഷെയറുകളുടെ ലോട്ടായിട്ടായിരിക്കും ഇത് വരുന്നത്. പക്ഷേ ഇവിടെ ഇവർക്കൊരു പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീറ്റെയിലേഴ്സിന് 50% സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലോട്ടല്ല, മറിച്ച് 2 ലോട്ടാണ്. സോ 2 ലോട്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 2,64,000 രൂപയോളം വരും. കമ്പനിയുടെ GMP എന്ന് പറയുന്നത് ഇപ്പോൾ 50% അടുത്ത് ആയിട്ടുണ്ട്. സോ അതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രീമിയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡീഷൻ എന്ന് പറയും. GMP എന്ന് പറയുന്നത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ആണ്. സോ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പനിക്ക് 47 രൂപയുണ്ട്, ഇതിൻ്റെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം 20 രൂപയാണ് എന്ന് പറയുന്നതെങ്കിൽ, ഇതിൻ്റെ ലിസ്റ്റിങ്ങിൽ ആ 40ഉം 20ഉം കൂട്ടി 66 രൂപ അല്ലെങ്കിൽ 67 രൂപയായിരിക്കും അതിൻ്റെ ലിസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ നമ്മൾ വിചാരിക്കും ഒരു ഷെയറിൽ 20 രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ ഇത് വരുന്നത് 6000 ഷെയറിൻ്റെ ലോട്ടുകൾ. അപ്പം നിങ്ങൾ നോക്കിയാൽ 6000 × 20 നല്ലൊരു എമൗണ്ട് ആയി. സോ ഇതാണ് ഈ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ കുറച്ച് ഫൈനാൻഷ്യൽ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് 2023 റവന്യൂ എന്ന് പറയുന്നത് 22 കോടിയും 2024 അത് 24.25 കോടിയും 2025 ആയപ്പോൾ ഏറെക്കുറെ 33 കോടിയുമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023 4 കോടിയും 2024 അത് 5.35 കോടിയും അതുപോലെ 2025 അത് 6.12 കോടിയും ആയിട്ടുണ്ട്. സോ 2023 നിന്ന് 2025 നോക്കുമ്പം ഏറെക്കുറെ ഒരു 50% അടുത്ത് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് 17 കോടിയിൽ നിന്ന് 22 കോടി, അവിടുന്ന് 2025 ആയപ്പോൾ മേ ബി IPOയുടെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടും ഒക്കെ ആവാം 18 അല്ലെങ്കിൽ 19 കോടിയിലേക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു കമ്പനിയുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.